എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ ചലനം കൊണ്ടാണ് ഈ ഭൂമി മനോഹരമായത്. പാഴും ശൂന്യവുമായിരുന്ന ഭൂമി എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഭൂമി പാഴും ശൂന്യമായിരുന്നു. എന്നാൽ അടുത്ത വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, ചലിച്ചുകൊണ്ടിരുന്നു. പാഴാണ്, ശൂന്യമാണ് എന്ന് പറയരുത്. ഒരു ദൈവ പൈതൽ അറിയണം, അവിടെയും പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെ പരിവർത്തിക്കുമോ അവിടെ മനോഹരമായ സാഹചര്യങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞിടക്ക് ഞാൻ ചില നാടുകളിൽ പോയപ്പോൾ ആ രാജ്യത്ത്, പ്രത്യേകിച്ച് നൈജീരിയ എന്ന രാജ്യത്ത്, അവിടെയുള്ളവരെല്ലാം അന്യഭാഷകളിലാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ പേരാണ് പരിശുദ്ധാത്മാവിൽ ഉള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ യൂദയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഭാഷയിൽ നിന്ന് മാറ്റി അന്യ ഭാഷകളിലോട്ട് നമ്മൾ പുതുക്കിയെടുത്താൽ അന്തരീക്ഷം മാറുന്നത് നമ്മൾ കാണും. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലച്ചോറിൽ കുറേ കാര്യങ്ങളുണ്ട്. നാളത്തെ കാര്യം അത് അടക്കണം, ഇത് അടക്കണം. എന്നാൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ആത്മാവിലെ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ഇതൊക്കെയാണ് 1 കൊരിന്ത്യർ 14 പറയുന്നത്. മർമ്മങ്ങളാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ ഒരു മർമ്മവും പറയാറില്ല. കർത്താവിന് തന്നെ വിഷമം വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ കർത്താവ്, എത്ര നാളായി ഒരു കാര്യവും നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ മാന്യതയുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ഞാൻ പോയ രാജ്യങ്ങളിലുള്ളവരെല്ലാം അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ സഭകളെല്ലാം അതുപോലെ വളർന്നു. അവരുടെ മീതെ സ്വർഗം തുറന്നിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് അവിടെ ചലിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഞാനത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ഇപ്പോൾ മാത്രമല്ല, വർഷങ്ങളായി നമ്മൾ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി പേര് അത് എടുക്കാറില്ല, എങ്കിലും അത് ചെയ്തവരെല്ലാം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിക്കും. അവിടെ പുതിയത് മുളച്ചു വരും, പുതിയത് ചലിക്കാൻ തുടങ്ങും, പുതിയ വെളിച്ചങ്ങൾ ഉണ്ടാകും, വേർതിരിയേണ്ടത് വേർതിരിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പിന്നീട് നടന്നതെല്ലാം നന്മകളാണ്. ഇതെല്ലാം അതതിൻ്റെ സമയത്ത് നടക്കും. ആത്മാവ് എവിടെ ചലിക്കുന്നുവോ. അപ്പോൾ ആത്മാവ് ചലിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ ആത്മാവിന് വിട്ടുകൊടുക്കണം. പെന്തക്കോസ്ത് നാളിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയെന്നാണ്. നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് ചലിക്കാൻ വിട്ടുകൊടുത്താൽ പിന്നീട് എല്ലാം ഉളവായി വരും. ഈ ഒരു മർമ്മം നിങ്ങളുടെ അകത്ത് കിടക്കണം. ഇന്ന് നമുക്ക് ചേർന്ന് പാടി തുടർന്നുള്ള സമയങ്ങളിൽ യേശുവിനെ ആരാധിക്കാം. Yeshua.
യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നും. യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു വെള്ളത്തെ വീഞ്ഞാക്കി, കുരുട്ട് കൺ തുറന്നു, ഇല്ല വേറാരും. യേശുവേ ഇരുൾ വെളിച്ചമാക്കി, പൊടിയിൽ ജീവൻ നൽകി, ഇല്ല വേറാരും. യേശുവേ യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നും. യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നും. യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമുക്ക് നേരെ നിൽക്കാൻ കഴിയത്തില്ല. യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കത്തില്ല, കാര്യം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ചേർന്ന് പാടിയാണ്. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. ആരെന്റെ മുൻപിൽ നിൽക്കും. ഇമ്മാനുവേലിന്റെ കൂടെ, ഓ യേശുവൻ കൂടെ. യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നും. യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നും. യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു യേശുവൻ കൂടെ നിന്നാൽ, ചേർന്ന് യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്ന് പ്രഖ്യാപിച്ചാട്ടെ. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ നിന്നാൽ ആരെന്നെ തോൽപ്പിച്ചിടും. യേശുവൻ കൂടെ വന്നാൽ ആരെന്റെ മുൻപിൽ നിൽക്കും. യേശുവൻ കൂടെ അവസാനത്തോളം എൻ കൂടെ. യേശു യോഗ്യൻ, യേശു ശക്തൻ, ഉയർന്ന നാമമെന്നും. യേശു സൗഖ്യദായകൻ അത്ഭുത നാമം യേശു. യേശു കർത്താവിൻ്റെ തിരുവെഴുത്തുകളിലെ പ്രധാന ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അനുഗ്രഹം. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തന്നെയാണ്. ദൈവം നമ്മെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയിട്ട് അനുഗ്രഹിക്കപ്പെടാനാണ് പറഞ്ഞത്. ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുക. കർത്താവ് നമ്മെ ഈ ഭൂമിയിലാക്കിയത് അനുഗ്രഹിക്കപ്പെടാൻ മാത്രമാണ്. പാപത്താൽ ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യനിൽ നിന്ന് തെന്നിമാറിയെങ്കിൽ യേശു കർത്താവ് വന്ന് ഇതെല്ലാം വീണ്ടെടുത്ത് തന്നു. അതാണ് വീണ്ടെടുപ്പുകാരൻ എന്ന് നമ്മൾ യേശുവിനെ പറയുന്നത്. അനുഗ്രഹങ്ങളെ മുഴുവനും
വീണ്ടെടുത്തു തന്നു. നിത്യജീവൻ, ആരോഗ്യം, സമ്പത്ത്, സമാധാനം, നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം യേശു കർത്താവ് നമുക്ക് വീണ്ടെടുത്തു തന്നു. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും വെയിലും മഴയും കൊടുക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവെന്ന് യേശു പറഞ്ഞു. എൻ്റെ പിതാവ് അനുഗ്രഹങ്ങൾ തരുന്ന പിതാവാണ്, മുഖപക്ഷമില്ലാത്ത പിതാവാണ്. അതാണ് നമ്മുടെ കർത്താവ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. 2-ാം വാക്യത്തിൽ വായിച്ചു, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും, നിന്നിലേക്ക് ഓവർടേക്ക് ചെയ്യും. നീ പോകുന്നതിന് മുമ്പ്, നീ ചെല്ലുന്ന സ്ഥലത്ത്, നീ എത്തുന്നതിന് മുമ്പ് അനുഗ്രഹങ്ങളെല്ലാം നിന്റെ പുറകിൽ കൂടി ഓവർടേക്ക് ചെയ്ത് മുൻപിൽ വന്നിരിക്കും. അപ്പൊ അനുഗ്രഹങ്ങൾ നമ്മുടെ മുൻപിലൂടെ വരുന്നതിനേക്കാൾ നമ്മുടെ പുറകിലൂടെ വരുന്നതാണ്. നമ്മളെവിടെ നിന്ന് ഇറങ്ങി തിരിച്ചോ അവിടെ നിന്ന്, നമ്മളെവിടെ സമർപ്പിച്ചുവോ, നമ്മളെവിടെ കരഞ്ഞുവോ, നമ്മുടെ എവിടെ ഒറ്റപ്പെട്ടുവോ, എവിടെ നമുക്ക് ദൈവമായിട്ട് എൻകൗണ്ടർ ഉണ്ടായോ, അവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഒപ്പം വന്നിട്ട് നമ്മുടെ മുൻപിൽ വന്ന് അത് നമ്മുടെ മേൽ പകരുകയാണ്. അതുകൊണ്ട് എവിടെ പാർത്തു, ഏത് നാട്ടിൽ ജീവിച്ചു എന്നുള്ളതല്ല അനുഗ്രഹം. കർത്താവ് നമുക്ക് തരുന്നതാണ് അനുഗ്രഹം. എവിടെ പോയാലും, ഭൂമിയുടെ ഏത് അറ്റത്ത് പോയി പാർത്താലും, ഏത് രാജ്യത്ത് പാർത്താലും, അന്റാർട്ടിക്കയിൽ പോയി പാർത്താലും ഈ അനുഗ്രഹം അവിടെ ഉണ്ടാകും. ദൈവം എവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നോ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക, അവിടെ നിങ്ങൾ അനുഗ്രഹങ്ങൾ കാണും. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതായത് പുറത്തു വരുമ്പോഴും അകത്തു വരുമ്പോഴും. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, നിന്റെ കുട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അകത്തും പുറത്തും ഒരുപോലെ അനുഗ്രഹം. ചിലരുടെ പ്രശ്നം പുറത്തു പോയാൽ നല്ല സ്വഭാവമാണ്, അകത്ത് വന്നാൽ ഭയങ്കര വഴക്കാ. ഇപ്പൊ വീട്ടിൽ തന്നെ പറയും, എടോ മനുഷ്യ, നിങ്ങൾ വെളിയിൽ പോയി എന്തൊരു ചിരിയാ ആൾക്കാരോട്, അകത്തെന്താ? എടി നീ വെളിയിൽ പോയാൽ എന്തോരം വർത്തമാനമാണ്, നീ എന്താ വീട്ടിൽ വന്നാൽ നീ വേറെ രീതിയിൽ വർത്താനം പറയുന്നേ. പുറത്തു പോകുമ്പോൾ ഒരു അനുഗ്രഹമുണ്ട്, എന്നാൽ അകത്ത് വരുമ്പോഴില്ല. ചില വീടുകളിൽ വർഷങ്ങളായിട്ട് അകത്ത് അനുഗ്രഹമില്ല, എന്നാൽ ആ വീട് അകത്ത് അനുഗ്രഹമുള്ള വീടായി മാറാൻ കർത്താവിൻ്റെ വചനം പറയുന്നു, നീ അകത്തും പുറത്തും ഒരുപോലെ. അതിൻ്റെ അർത്ഥം അകത്ത് അനുഗ്രഹമുള്ളത് കൊണ്ട് പുറത്തു പോകുമ്പോൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല. വീട്ടിനകത്ത് സന്തോഷമുള്ളത് കൊണ്ട് വെളിയിൽ പോയി സന്തോഷം അഭിനയിക്കേണ്ട ആവശ്യമില്ല. വീട്ടിനകത്ത് ചിരിയുള്ളത് കൊണ്ട് വെളിയിൽ ചിരി അഭിനയിക്കേണ്ട ആവശ്യമില്ല. ദൈവം അബ്രഹാമിന് അവൻ്റെ കൂടാരത്തിനകത്ത് ചിരി കൊടുത്തു. ആ വീട്ടിൽ വർഷങ്ങളായിട്ട് ചിരിയില്ല. മറ്റുള്ളവർക്ക് അബ്രഹാം ഒരു സന്തോഷമാണ്, എന്നാൽ അബ്രഹാമിൻ്റെ വീടിനകത്ത് ദൈവം അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ അനുഗ്രഹം കൊടുത്തു. ആ അനുഗ്രഹത്തെ വലുതാക്കി വലുതാക്കി വെളിയിൽ കൊണ്ടുവന്നു. ഇസഹാക്കിനെ അവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ആ നക്ഷത്രങ്ങളിൽ നിന്ന് യേശു കർത്താവ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തെ പുറത്തും അനുഗ്രഹം, അകത്തും അനുഗ്രഹം. ഇതാണ് അനുഗ്രഹം. നമ്മുടെ വീട് ഒരു അനുഗ്രഹമായി മാറും. വീട്ടിനകത്തു നിന്നാണ് ഈ അനുഗ്രഹങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. നമ്മുടെ വീട്ടിനകത്താണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്. നമ്മുടെ വീടാണ് നമ്മുടെ സ്വപ്നം. നമ്മുടെ വീടിനെ ഉയർത്തിയെടുക്കണം.
പുറത്തു നിന്നൊരു അനുഗ്രഹം വീട്ടിനകത്തോട്ടല്ല കൊണ്ടുവരുന്നത്. വീട്ടിനകത്ത് നിന്നുള്ള ഒരു ഓവർഫ്ലോയാണ് വെളിയിൽ പോകുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇതാ ഫിലിപ്പോസിന്റെ ചരിത്രം. ഫിലിപ്പോസിന്റെ വീട്ടിൽ അതിഥി സൽക്കാരപ്രിയയായ ഒരു ഭാര്യയുണ്ട്. ആത്മാവിൽ നിറഞ്ഞ സാക്ഷ്യമുള്ള ഒരു ഫിലിപ്പോസ് ഉണ്ട്. പ്രവചിക്കുന്ന 4 പെൺകുഞ്ഞുങ്ങളുണ്ട്. ആ വീട് എത്ര മനോഹരമാണ്! ആ വീടിൻ്റെ അന്തരീക്ഷം മനോഹരമാണ്. അത്രയും അനുഗ്രഹിക്കപ്പെട്ട ആ വീട്ടിൽ നിന്ന് ഫിലിപ്പോസ് ഒരിക്കൽ ഒരു വലിയ ഉപദ്രവം നേരിട്ടപ്പോൾ ശമരിയ പട്ടണത്തിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തി 8 ശമരിയ പട്ടണത്തിൽ ചെന്ന് നിരാശനായി ശമരിയിലെ കടൽ തീരത്ത് താടിക്ക് കൈകുത്തി ഇരിക്കുന്നു എന്നല്ല പറയുന്നത്. അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോൾ അവൻ്റെ ഹൃദയം മുഴുവനും ക്രിസ്തുവാണ്. അവൻ്റെ വീട് മുഴുവനും ക്രിസ്തുവാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തു ആദ്യം വരുന്നുണ്ടെങ്കിൽ, എവിടെ ചെന്നാലും ആദ്യം അവൻ്റെ വായിൽ യേശു എന്ന വാക്ക് വരുന്നുണ്ടെങ്കിൽ, അതവൻ്റെ വീട്ടിലെപ്പോഴും കൈകാര്യം ചെയ്യുന്ന വാക്കാണ്. ആ വാക്കാണ് ആ കുഞ്ഞുങ്ങളെ അഭിഷേകത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, ആ വീട്ടിനകത്ത് അഗബോസ്, പൗലോസ്, അപ്പല്ലോസ് എല്ലാവരും മാറി മാറി താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വീട്, ആത്മീക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്. അതാണ് ഫിലിപ്പോസിന്റെ വീട്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. ഫിലിപ്പോസിന്റെ വീട് ഭയങ്കര സന്തോഷമുള്ള ഒരു വീടാണ്. ആ വീട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. ചിരിയുള്ള, പാട്ടുള്ള, പ്രാർത്ഥനയുള്ള, സമാധാനമുള്ളൊരു വീട്. ആ സമാധാനത്തിൻ്റെ പുറകിൽ ഫിലിപ്പോസാണ്. ഫിലിപ്പോസാണ് ആ വീട്ടിലെ കുടുംബനാഥൻ. ഫിലിപ്പോസ് എങ്ങോട്ടോടി? ശമരിയയിലോട്ടോടി. അവിടെ ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതാ പട്ടണത്തിൻ്റെ അന്തരീക്ഷം മൊത്തം അങ്ങോട്ട് മാറി. പട്ടണത്തിൻ്റെ ഭയം വിട്ടുമാറി. പട്ടണത്തിലെ മന്ത്രവാദി മുട്ടുകുത്തി. പട്ടണത്തിൽ തളർന്നു കിടന്നവരെല്ലാം ചാടി എഴുന്നേറ്റു. പട്ടണത്തിലെ ഭൂതങ്ങൾ ബാധിച്ചവർ ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. പട്ടണത്തിലെ രോഗികൾ സൗഖ്യമായി. പട്ടണത്തിൻ്റെ അന്തരീക്ഷം ഫിലിപ്പോസ് മാറ്റിമറിച്ചു. ആ പട്ടണത്തിൽ അപ്പോസ്തല പ്രവൃത്തി 8:8 ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ നീ അകത്തു വരുമ്പോഴും നീ പുറത്തു പോകുമ്പോഴും എല്ലാം മാവ് കുഴക്കുന്ന കുട്ടയും തൊട്ടിയും മൃഗങ്ങളുടെ പേറും മക്കളുടെ ജീവിതവും എല്ലാം ഒറ്റ വാക്കി പറഞ്ഞ ഫിലിപ്പോസിന്റെ വീട് പോലെയാണ്. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് തന്നെയല്ലേ യഹോവയുടെ പെട്ടകം. ആ പെട്ടകം ദാവീദ് ഒരിക്കൽ ഓബേദേദോമിന്റെ വീട്ടിൽ വെച്ച ഒരു ചരിത്രം 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദേദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. കാരണം അന്ന് അമീനാദാവിൻ്റെ മകനായ ഉസ്സ ഈ പെട്ടകത്തെ തൊട്ടപ്പോൾ ഉസ്സ മരിച്ച കാരണത്താൽ ദാവീദ് അന്ന് പേടിച്ചുപോയി. ദാവീദ് ഈ പെട്ടകത്തെ വീട്ടിൽ കൊണ്ടുപോയില്ല. ദാവീദ് ഉസ്സ മരിച്ചതിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് പാർക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇത് അങ്ങോട്ട് വെച്ചു. അദ്ദേഹം 2 കൈ നീട്ടി അതിനെ സ്വീകരിച്ചു. പെട്ടകം ഓബേദേദോമിൻ്റെ വീട്ടിലോട്ട് കയറി. ആ കൊച്ചു വീട്ടിൽ ഒരു കൊച്ചു മുറിക്കകത്ത് പെട്ടകം കയറി. പെട്ടകത്തിൻ്റെ മുൻപിൽ പാടാനും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഈ കുടുംബം വളരെ ഭക്തിയോടെ പദ്ധതികളിട്ടു. 11-ാം വാക്യം, യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദേദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദേദോമിനെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം ഓബേദേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദിന് അറിവ് കിട്ടി.
ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരു പട്ടണത്തിലേക്ക് ഇപ്പോൾ പെട്ടകം കൊണ്ടുപോകാൻ കാരണം വെറും 3 മാസം കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ പറയുന്നു, അകത്ത് ഈ പെട്ടകം ഇരുന്നു, പുറത്ത് അവൻ്റെ കൃഷി, അവൻ്റെ മക്കൾ പഠിക്കാൻ പോയിടത്ത്, എല്ലായിടത്തും ഒരു അനുഗ്രഹം. ഓബേദ്-ഏദോം എവിടെയെങ്കിലും ചെന്നാൽ അവിടെ ഒരു ബ്ലെസ്സിങ്. കാരണം അകത്ത് ഒരു അനുഗ്രഹമുണ്ട്. ആ പെട്ടകം ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു നല്ല കർത്താവുമായിട്ടുള്ള ഒരു നല്ല ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ പുറത്തും അകത്തും ഒരുപോലെ അനുഗ്രഹമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഓബേദ്-ഏദോമിൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ. സകലത്തിന്മേലും ദൈവം അനുഗ്രഹിച്ചെന്ന് ഒരു രാജ്യത്തെ രാജാവ് അറിഞ്ഞു. അപ്പോൾ ചെറിയ ഒരു അനുഗ്രഹമല്ല അദ്ദേഹത്തിൻ്റെ മേൽ വന്നത്, ഭയങ്കരമായ ഒരു അനുഗ്രഹം. അത് ദൈവത്തിൻ്റെ നീതിയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ആ രാജ്യത്ത് വലിയ ചർച്ചകളാണ്. ഞാൻ ചെന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് നടന്ന ഒരു സഹോദരൻ, ഒരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞു, ഓരോ വലിയ ചർച്ചകളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവരെല്ലാം വളരെ ദരിദ്രരായിരുന്നു. അവർക്ക് മാറി ഉടുക്കാൻ വസ്ത്രമില്ല, ഇടാൻ ചെരുപ്പില്ല. ഇങ്ങനെ ആരംഭിച്ചവരാണ്. അവരുടെ ചർച്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഇന്ത്യയിൽ അങ്ങനെയുള്ള ചർച്ചകളില്ല. 2000 ഏക്കർ, 3000 ഏക്കർ, 30,000 ഏക്കർ ഇങ്ങനെയുള്ള ലാൻഡുകളിലെല്ലാം ഞങ്ങൾ പോയി കണ്ട് ദൈവത്തെ സ്തുതിച്ചു. ഇവരെല്ലാം ഒന്നുമില്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം, ആ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം, വേദപുസ്തക വായനക്ക് കൊടുക്കേണ്ട ബഹുമാനം, കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കുന്ന മാന്യത ഓബേദ്-ഏദോം കൊടുത്തതുപോലെ അവൻ്റെ വീട് പഴയതുപോലെയല്ല. അവൻ്റെ ഭാര്യ മക്കളോട്, മക്കളെ ശബ്ദം ഉണ്ടാക്കല്ലേ, ദൈവത്തിൻ്റെ പെട്ടകോടെ ഇരിപ്പുണ്ട്, മക്കളെ എവിടെ പോയാലും നേരത്തെ വരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പെട്ടകം കയറിയത് മുതൽ ആ വീടിൻ്റെ ചിട്ടകൾ തന്നെ മാറി. കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നൊരു വീടായിരിക്കും. എന്നാൽ അന്ന് മുതൽ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു കാണും, ഓബേദ്-ഏദോം, എടി ഇന്ന് വരെയും നമ്മൾ ബോധിച്ചതുപോലെ കണ്ട സീരിയലും കണ്ട്, പുസ്തകവും വായിച്ച്, യക്ഷിക്കഥകളും വായിച്ച്, തോന്നിയടുത്തെല്ലാം കറങ്ങി നടന്ന് ജീവിതത്തിൽ ചിട്ടയില്ലാതിരുന്ന നമുക്ക് ഇനി അങ്ങനെ ജീവിച്ചാൽ പറ്റില്ല. നമ്മുടെ പിതാക്കന്മാരെ നയിച്ച പെട്ടകം നമ്മുടെ വീട്ടിൽ വന്ന് കയറി. നമ്മുടെ പിതാക്കന്മാരെ പോയിടത്തെല്ലാം ജയാളികളാക്കിയ പെട്ടകം, പോകുന്നിടത്തെല്ലാം ജയം കൊടുത്ത പെട്ടകം. ഇതാ ആ പെട്ടകം, ഇതാ നമ്മുടെ ഒരു വീട്ടിലേക്ക് വന്നു കയറാൻ നമുക്കെന്ത് യോഗ്യത? ഈ പെട്ടകം ഒന്നുകിൽ ഒരു പള്ളിയിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൽ എവിടെയെങ്കിലും ഇരിക്കണം. ഈ കൊച്ചു കൂരയിലേക്ക് വരാൻ, ഈ പെട്ടകത്തിന് വരാൻ എന്തു തോന്നി? അതുകൊണ്ട് അർഹതയില്ലാത്ത ഈ വലിയ കാര്യം നമുക്ക് ലഭിച്ചപ്പോൾ നമ്മൾ വളരെ വിശ്വസ്തരായിരിക്കണം. ഇതാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. ദേവാലയത്തിൽ മാത്രം ഇരിക്കേണ്ടവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നതാണ്. ഓബേദ്-ഏദോമിന്റെ ചരിത്രം ആവർത്തിക്കപ്പെട്ടത്. നമ്മുടെ ഉള്ളിൽ വന്നു. നമ്മുടെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ഓബേദ്-ഏദോമിന്റെ പുറത്തേക്കും ഈ അനുഗ്രഹം വന്നു. അകത്ത് മാത്രമാണെങ്കിൽ ലോകമറിയില്ല. ഈ അനുഗ്രഹം പുറത്തേക്ക്, പിള്ളേരുടെ പഠിത്തത്തിൽ ഭയങ്കര റിസൾട്ട്, എല്ലാ കാര്യത്തിലും ഭയങ്കര മാറ്റം മനുഷ്യർ കാണത്തക്ക രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ദാവീദ് അറിഞ്ഞു. ദാവീദ് എങ്ങനെ അറിഞ്ഞു? ദേശം എല്ലാവരും അറിഞ്ഞു. ദേശത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് എങ്ങനെ തകർന്നു കിടന്നൊരു കുടുംബമാണ്. ആത്മഹത്യയുടെ വക്കിലെത്തിയ വീടല്ലേ
ഇന്ന് ഈ നിലയിലേക്ക് വന്നത്? ഈ ചരിത്രം ഈ ഏപ്രിൽ മാസം നിങ്ങളെ ഇത് കേൾക്കുന്ന നിന്റെ വീട്ടിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന് ചിലരെ ചൂണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിൽ അകത്തു നിന്ന് ഓവർഫ്ലോ ആയി നീ പോകുന്ന പുറത്തും ഇതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് കാണാൻ പോവുകയാണ്. ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എവിടെ ഇരുന്ന് ഏത് രാജ്യത്തിരുന്ന് ഇത് കണ്ടാലും ഇന്ന് വരെ ഒരു നന്മ സ്വസ്ഥത അനുഭവിച്ചിട്ടില്ലെങ്കിൽ വിശ്വസിക്കുക, ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു വിടുതൽ നിങ്ങളുടെ മേൽ വരും. നിങ്ങളത് വിശ്വസിക്കുക. ഇത് ചെയ്യുന്നത് പരിശുദ്ധയാത്മാവാണ്. പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഈ കേട്ട വചനങ്ങളുടെ ശക്തി ഈ മക്കളുടെ വീടുകളിൽ ഓവർഫ്ലോ ആകട്ടെ. ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് നിന്ന് അനുഗ്രഹം നിറഞ്ഞ് പുറത്തേക്ക് കവിഞ്ഞതുപോലെ, ദാവീദ് രാജ്യമതറിഞ്ഞതുപോലെ, രാജ്യമറിയുന്ന ദേശമറിയുന്ന ഒരനുഗ്രഹം ഓബേദ്-ഏദോമിൻ്റെ വീട്ടിലുണ്ടായ അതേ നിലവാരത്തിൽ അതിൻ്റെ മുകളിൽ ഒരനുഗ്രഹം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകട്ടെ, ഇവരുടെ ഭവനത്തിലുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലും നല്ല സ്വഭാവങ്ങളിലും ഉണ്ടാകട്ടെ. അഴുക്കിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല സ്വഭാവത്തിലേക്ക്, ഒരു ബ്ലെസ്സിങ്ങിലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് കേൾക്കട്ടെ. കുടുംബജീവിതം ദൈവം അനുഗ്രഹിച്ചു എന്ന് കേൾക്കട്ടെ. ഒരു ഓവർഫ്ലോ, അനുഗ്രഹത്തിൻ്റെ ഒരു ഓവർഫ്ലോ ഈ നല്ല പേര് പുറത്തേക്കും ഉണ്ടാകട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്തതിനായിട്ട് നന്ദി. ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ ഈ വിടുതലുണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ വീട്ടിൽ വന്ന് കയറുമ്പോൾ വരുന്ന ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചിലർക്ക് പുറത്തു പോകുമ്പോൾ രോഗം, വീട്ടിൽ നന്നായിട്ട് ഉറങ്ങും, വെളിയിൽ പോയി ഉറക്കം വരില്ല, വെളിയിൽ പോയി കഴിഞ്ഞാൽ പല അസ്വസ്ഥതകളുമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ വിടുതലുണ്ടാകട്ടെ. യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളിൽ ഛർദ്ദിക്കുന്നവർ, യാത്ര ചെയ്യുമ്പോൾ അസ്വസ്ഥതയുള്ളവർ, മറ്റൊരു ഭവനത്തിൽ ചെന്നാൽ ഭയമുള്ളവർ, ജോലി സ്ഥലത്ത് പേടിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് അത് ചെയ്തതിനായിട്ട് നന്ദി. ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം ഇവരുടെ മേൽ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് നമ്മെ വഴി നടത്തുന്നു. അടുത്ത ദിവസം ഈ അനുഗ്രഹത്തിൻ്റെ ഓവർഫ്ലോയെ വീണ്ടും നമുക്ക് ധ്യാനിക്കാൻ കടന്നു വരാം. മറ്റുള്ളവർക്കും ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്യണം. ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമം, കർത്താവിൻ്റെ ആ പുകഴ്ച നാം മുഖാന്തരം വർദ്ധിക്കട്ടെ. ആമേൻ.